എനിക്ക് ബാർഗെയിൻ ചെയ്ത് തന്നു വരും. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഡേ 2-ലാണ്. ഇതാ നമ്മുടെ 200 രൂപയ്ക്ക് സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പം ഇനി ഇവിടുന്ന് ഞാൻ ഗുൽമർഗിലേക്ക് പോവാം. രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഒരു ആപ്പിൾ കഴിച്ചു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കും. ഇപ്പോൾ എണീറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ വേഗം ഗുൽമർഗിലേക്കുള്ള ബസ് പിടിക്കാം, ഇല്ലെങ്കിൽ പിന്നെയും വൈകും. ഇന്ന് അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. 21 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലം. ഞാൻ വേഗം പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പോയി. അതാണ് ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ അവിടെ ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം സാധനങ്ങൾ മേടിച്ച് അത് വെച്ച് കഴിക്കുക. തുഹി മേരാ 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 തുഹി മേരാ മേരാ മേരാ. ഇപ്പം ഇത് വണ്ടിയൊക്കെ കിടക്കുന്നത് പറഞ്ഞാൽ ഓഫ് സീസൺ അല്ലേ, അതുകൊണ്ട് സ്റ്റാർ കാർ എന്ന് പറഞ്ഞാൽ ബസ്സൊക്കെ സൈഡിൽ എടുത്തിട്ടിരിക്കുക. പിള്ളേർ സ്കൂളിൽ പോകുന്നു. ഇവർ ഈ വിൻ്ററൊക്കെ വരുമ്പോൾ എങ്ങനെ സ്കൂളിൽ പോകും? നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പോലെ ഇതുണ്ട്, അവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ പിള്ളേർ രാവിലെ സ്കൂളിൽ പോന്നു. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ഇന്നിപ്പോൾ സോനാമർഗ് പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇച്ചിരി ലേറ്റായി എണീറ്റപ്പോൾ. ഇനി നാളെ എങ്ങാനും രാവിലെ എണീറ്റ് പോകണം. കാരണം ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ലേറ്റായി. ഇതൊക്കെ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ വേണ്ടി ജലദോഷമൊന്നുമില്ല, വെറുതെ വലിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഇതൊക്കെ നിങ്ങളെ ഇന്നലത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. വളരെ ചീപ്പ് റേറ്റിലാണ്, 200 രൂപയ്ക്കാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അത് ഇപ്പം ഓഫ് സീസണും കൂടെയാണ്, അല്ലെങ്കിലും ഒരു ഡോമെട്രി 250 രൂപ ആവുള്ളൂ. ഇവിടുത്തെ പാലാക്കിയതുണ്ട്, ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേഗം പോകണം, നമുക്ക് വേഗം ബസ് പിടിക്കണം. ഇനി ഗുൽമർഗിലേക്ക് പോകണം. അതാ പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സോനുദാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇവിടെ കേരള ഉണ്ടല്ലോ, ഇവിടുന്ന് 2 ആലു പൊറോട്ട പാഴ്സൽ മേടിക്കാൻ പോവാം. അല്ലേ, 30 രൂപ തരാമെന്ന് പറഞ്ഞു പുള്ളി. ഗൈസ്, ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല, ഫുഡ് മേടിച്ചില്ല. കാരണം പുള്ളിക്കാരൻ 150 രൂപ പറഞ്ഞു 5 പീസിന്. എൻ്റെ മോനെ, എന്തിനാ 150 രൂപയ്ക്ക് 5 പീസ് ആലു പൊറോട്ട? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് വേറെ അവിടെ നിന്ന് മേടിക്കാം. സമയം പോയി, അതാണ് മെയിൻ പ്രശ്നം.
നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദാൽ ലേക്കിലേക്കാണ്. ദാൽ ലേക്കിൽ നിന്ന് അവിടുന്ന് ബസ് പിടിച്ചിട്ട് ഇതിപ്പം 2 റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആൾക്കാർ. ശ്രീനഗർ ടു മാംഗം, മാംഗം ടു ഗുൽമർഗ്, അല്ലെങ്കിൽ ബട്ട്മാലു, അവിടുന്ന് പിന്നെ മംദാച്ചോർ ടു ബട്ട്മാലു, ബട്ട്മാലിൽ നിന്ന് ഓട്ടോ, പിന്നെ തക്പൂർ ബൈപാസ്. പക്ഷെ എനിക്ക് പോലീസ് പറഞ്ഞു തന്നത് ശ്രീനഗർ ടു മാംഗം, അവിടുന്ന് ഗുൽമർഗിലേക്ക് പോകാനാണ്. അപ്പോൾ ആ വഴി തന്നെ നമുക്ക് ഒന്നുകൂടെ ആൾക്കാരോടൊന്ന് കൺഫേം ആക്കിയിട്ട് പോവാം. അല്ലേ ചിലപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ശ്രീനഗർ പോകണം. ശ്രീനഗർ പോയിട്ട് വേണം മാംഗം പോവാൻ. അങ്ങനെ നമ്മൾ ദാൽ ഗേറ്റിൽ നിന്ന് ബട്ട്മാലിലേക്കുള്ള ബസ് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബട്ട്മാലു എത്തണം. ബട്ട്മാലുവിൽ നിന്ന് വേറൊരു ബസ് മാറി കയറിയിട്ട് വേണം നമ്മുടെ ഗുൽമർഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഗുൽമർഗല്ല, വേറൊരു സ്റ്റേഷനാണ്. എല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ബട്ട്മാലുവിലേക്ക് നമ്മൾ പോവാം, തവേരയ്ക്കകത്ത്. നമ്മൾ ബട്ട്ലു എത്തി. ബട്ട്ലുന്ന് മാണ്ടിക്കുള്ള ബസ് പിടിച്ചു. അപ്പം ഇപ്പോൾ മാണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അവിടെ നിന്ന് വേറെ ബസ് പിടിക്കേണ്ടി വരും. ഇവിടെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിറ്റി റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെയൊക്കെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴത്തേനും തണുപ്പായി തുടങ്ങി. ഇപ്പം മാണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കുറേ വീടുകളും കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ബസ് ഇറങ്ങി, മാണ്ടിയിൽ ബസ് ഇറങ്ങി. ഇവിടുന്ന് അടുത്ത ബസ് പിടിക്കണം. ഇപ്പം ഈ പുള്ളി മുമ്പിൽ പോകുന്ന പുള്ളി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടി കാണാൻ. बाय बाय इधर इधर टिकट किधर आपको कहां जाना है नहीं यही ऐसे ही चलो टिकट किधर है मागा भीरू मागा 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 भीरू मागा मागा ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി കയറി. ിക്കുന്ന പുള്ളി എനിക്ക് പറഞ്ഞു തന്നു കറക്റ്റ് വഴി. അപ്പം ഞാൻ പുള്ളിയുടെ നിന്ന് കടല വിളിച്ച് ഇനിയിപ്പം ടൻമർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ടൻമർഗിൽ നിന്ന് പിന്നെ ഗുൽമർഗിലേക്ക്. യെസ്, രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പം കടല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ടൻമർഗിലോ ഗുൽമർഗിലോ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നു. ഇവിടെ എല്ലാം ഉള്ളത് മറ്റേ കൂടുതലും ഒരു ഡ്രൈ ഏരിയ പോലെയാണ്. ഒരു മഴക്കാറാണോ, വെയിലൊന്നുമില്ല അധികം, ഒരു മൂടല മൊത്തം. ഇപ്പോൾ മാംഗം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കാരണം ടാൻമാർഗിലേക്ക് ഞാൻ വന്ന ബസ് പോകില്ല. അപ്പോൾ എനിക്കിനി ഇവിടുന്ന് വേറെ ബസ് പിടിക്കണം ടാൻമാർഗിലേക്ക്. ബസ് കിട്ടുമെന്ന് അറിയാം. ഇത് സമയം 10:30 അത് കുറച്ച് കറങ്ങിന്നേ. ഇനി ടാൻമാർഗിൽ നേരെ നമുക്ക് തിരിച്ചു വരുമ്പം ടാൻമാർഗിൽ നേരെ ദാൽ ലേക്കിലേക്ക് വണ്ടി കിട്ടും. ഇപ്പം ടാൻമാർഗിൽ നിന്ന് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനും പറ്റും. തിരിച്ചു വരുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇതാണ് മാംഗം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഇതുണ്ടോ ഒരുപാട് സുമോ ടാക്സികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര പൈസ ചോദിക്കുന്നു. അയാൾ ചോദിച്ചത് 50 രൂപയാണെന്ന് ചോദിച്ചത്. നമുക്കിത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്നോട് ഇവിടുത്തെ ഒരു ലോക്കൽ ഗേള് പറഞ്ഞ് 50 രൂപ ഒന്നുമില്ല, ബസ് പിടിച്ചോളാനാണ് പറഞ്ഞു. നോക്കാം. ടാൻമാർഗിലേക്കുള്ള വണ്ടി കയറി. എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല. മാംഗമിൽ നിന്ന് വിട്ടു.
ഇവിടുന്ന് മിലിറ്ററിയുടെ വണ്ടിയല്ല. ഞാനിപ്പോൾ ഡെൻമാർക്ക് പോകുന്നതിൻ്റെ വഴിക്ക് ഒരാപ്പിളൊക്കെ കഴിച്ച് കാഴ്ചയെ കണ്ട് ഇങ്ങനെ പോവാം. ഇവിടെ ആപ്പിളിനൊന്നും വലിയ വിലയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതിഷ്ടം പോലെ കിട്ടും. ഇത് നമ്മൾ താൻമാർക്കിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട് താൻമാർക്കിലേക്ക്. ഇവിടുന്ന് ഗുൽമർഗിലേക്ക് 21 കിലോമീറ്റർ. ഓ പബ്ലിക് പാർക്ക്. ഓ ഞാൻ കാണുന്നൊക്കെ ആപ്പിളിൻ്റെ തോട്ടങ്ങളാട്ടോ. ഇവിടെ ആപ്പിൾ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ആപ്പിള് തോട്ടങ്ങളാണ്, ഒരുപാടുണ്ടോ ഇതുപോലെ. കണ്ടോ, ആ കാണുന്നൊക്കെ ആപ്പിളിൻ്റെ തോട്ടങ്ങളാണ്. ഇതൊക്കെ പ്രൈവറ്റൊക്കെ ആയിരിക്കും. ഓരോ വീട്ടുകാർ തന്നെ അവരുടെ പറമ്പിലൊക്കെ കൃഷി ചെയ്ത് വിൽക്കുന്നുണ്ട് ഇവിടെ. അതൊരു വലിയൊരു ഇവരുടെ ഒരു ഉപജീവന മാർഗം തന്നെയാണ്. അതുകൊണ്ട് ആ വീട്ടിലൊക്കെ ആ വീടിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ആപ്പിളുണ്ട് കേട്ടോ, അവരുടെ തോട്ടങ്ങൾ അതൊക്കെ. കണ്ടോ കണ്ടോ, ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർ അവരുടെ സ്ഥലത്ത് ആപ്പിൾ വെച്ചിട്ടുണ്ടാവും. ആപ്പിൾ ഇവരുടെ ഒരു നമ്മുടെയൊക്കെ മാങ്ങയും വാഴയൊക്കെ ഉള്ള പോലെ ഇവിടെ. ഇങ്ങോട്ട് നമ്മൾ ദാലിലേക്ക് കണ്ട പോലെയല്ല കേട്ടോ, മൊത്തവും ആപ്പിൾ തോട്ടങ്ങൾ തന്നെയാണ് കൂടുതലും. കാരണം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഗുൽമർഗിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പാവുമല്ലോ. ഇവിടെ എന്താണ് ഈ ഹോട്ടൽസും ലോഡ്ജിങ് റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് ആപ്പിള്. ഇത് താൻമാർക്കിലേക്ക് ഗുൽമർഗിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വിഷ്വലാട്ടോ. എന്താ രസമല്ലേ. പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആപ്പിൾ തോട്ടങ്ങൾ, പാടങ്ങൾ. നമ്മളിപ്പം താൻമാർക്കിലെ ടോൾ പോസ്റ്റ് എത്തി. ഇതൊക്കെയാണ് അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ. സൈഡ് ഇവരിത് പണിഞ്ഞിരിക്കുന്നത് അറിയാം. ഇവരുടെ വീട് പണിയുന്ന രീതിയും ഇവർ സ്ഥലങ്ങൾ എങ്ങനെയാണ് ഇവർ കറക്റ്റായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കേണ്ടത് കറക്റ്റായിട്ട് അറിയും. അതുപോലെ ചെയ്തു വെച്ച പോലെയുണ്ട്. ഇത് രസം നോക്കി, മഞ്ഞും കൂടെ പെയ്ത ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. താൻമാർക്ക് താൻമാർക്കിലേക്ക് എത്തി. താൻമാർക്ക് അപ്പം ഇവിടുന്ന് ഇനിയിപ്പം ബസ് കിട്ടൂലെന്നാ പറഞ്ഞു ഗുൽമർഗിലേക്ക്. അപ്പം ഇവിടുന്ന് ഇനി ഇതിന് പോകേണ്ടി വരും, ടാക്സിക്ക്. നോക്കട്ടെ എന്നെ ബസ് കിട്ടുമോ. 2-3 പേരോട് ചോദിച്ചേക്കാം. എവിടെ വരുമ്പോഴും നമ്മൾ ഒരാളോട് ചോദിക്കരുത്,
ഒരു 3-4 പേരോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ ഡിസിഷൻ എടുക്കാവുള്ളൂ. ഫോണടി ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ്. മടുക്കും നമ്മൾ കേട്ട് കേട്ട് കേട്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് വിശന്നപ്പോൾ ഒരു ബ്രെഡ് മേടിച്ചു, കാശ്മീരി ബ്രെഡ്. 7 രൂപയുള്ളൂ, 7 രൂപ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗുൽമർഗിലേക്ക് പോകണം. ഇവിടുന്ന് ബസ്സില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ടാക്സി എടുത്തേ പറ്റും. നോക്കാം. നമ്മളങ്ങനെ ഗുൽമർഗിലേക്കുള്ള വണ്ടി പിടിച്ച് ഇവിടെ നിന്ന് ഗുൽമർഗിലേക്ക്.